IW ക്യാമ്പസിന്റെ റെഫറൽ പ്രോഗ്രാമിൽ എങ്ങനെയാണ് അഫിലിയേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഡാഷ്ബോർഡ് എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് iwcampus.com വെബ്സൈറ്റിൽ പോവുക. എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക. വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ലേണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ കോഴ്സുകളും കാര്യങ്ങളും കാണാം. അതേപോലെ തന്നെ ഇവിടെ ഒരു അഫിലിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ അഫിലിയേറ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട ലിങ്ക് ഇവിടെ കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോഡ് ഒരിക്കലും പോകാൻ പാടില്ല. ഈ കോഡ് വെച്ചിട്ടാണ് നിങ്ങൾ റെഫർ ചെയ്യുന്ന ആൾക്കാർ പർച്ചേസ് ചെയ്തത് കൺഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യാം. ഇപ്പോൾ ഒരാൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ വാട്സപ്പിൽ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിലോ എവിടെ വേണമെങ്കിലും ഒക്കെ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്താൽ മതി. അപ്പം ഈ ഒരു കോഡാണ് നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ കോഡ്. അതേപോലെ തന്നെ നമുക്ക് ഓരോ കോഴ്സ് വൈസിൽ, ഓരോ ട്രെയിനിങ് വൈസിൽ നിങ്ങൾക്ക് റെഫറൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കോഴ്സിന്റെ അല്ലെങ്കിൽ അതിൻ്റെതായ കോഡുകൾ കിട്ടും. ആ കോഡുകൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഏണിങ്സ് ആണ്. നമുക്ക് എത്രത്തോളം ഏണിംഗ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ സെയിൽസ് നടന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് റിയൽ ടൈം ആയിട്ട് തന്നെ കാണാൻ പറ്റും. അത് ഈ ഒരു റിപ്പോർട്ട്സിൽ പോയിട്ട് സെയിൽസ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ടോട്ടൽ ട്രാൻസാക്ഷൻ, എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അതുപോലെ സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ എത്ര ഉണ്ട്, അതുപോലെ എത്രയാണ് ആ ഒരു ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മളുടെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള എത്ര രൂപയുടെ പർച്ചേസ് ആണ് നടന്നിട്ടുള്ളത്, അതിൻ്റെ അകത്ത് നിങ്ങളുടെ കമ്മീഷൻ എത്രയാണ് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഇത് നമുക്ക് 7 days, അതുപോലെ 30 days, അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ഡേറ്റ് റേഞ്ച് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുത്തിട്ട് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ഇപ്പം ലാസ്റ്റ് 30 days ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 30 days ഇട്ടിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസാക്ഷൻ നമുക്ക് താഴെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെ ലേണേഴ്സ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു CSV ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ CSV ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സൽ ഫയലിൽ എടുക്കാൻ പറ്റും. ഈ ഡൗൺലോഡ്സിൽ നിന്ന് നമുക്ക് ഈ ഒരു ആക്ഷൻസിന്റെ താഴെ ഈ ഒരു ഡൗൺലോഡ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ വരും. ഈ ഫയൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയലിനകത്ത് നിങ്ങളുടെ ട്രാൻസാക്ഷൻ്റെ അല്ലെങ്കിൽ എത്ര പേര് ജോയിൻ ചെയ്തു, അവരുടെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. എത്ര രൂപയാണ് ട്രാൻസാക്ഷനും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഇതാണ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡ്.